അവർ പ്രതീക്ഷിക്കട്ടെ. കാസ എന്ന് പറയുന്നത് RSSന്റെ കൗണ്ടർ പാർട്ടാണ്. RSS ഒരു ഭാഗത്ത് ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് കാസ ക്രിസ്ത്യാനികൾക്കിടയിൽ ചെയ്യുന്നത്. അതിലൊരു പ്രത്യേകത എന്താ പറഞ്ഞാൽ അവർ ക്രിസ്തീയ ജനവിഭാഗത്തെ മുസ്ലിം ജനവിഭാഗത്തിനെതിരായിട്ട് മാറ്റാനാണ്. സംഘർഷമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സമാധാനപരമായ ഒരു ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്വൈര ജീവിതം നയിക്കാനുള്ളൊരു പശ്ചാത്തലം ഉണ്ടാക്കണമെന്നല്ല അവരുദ്ദേശിക്കുന്നത്. അവരുദ്ദേശിക്കുന്നത് സംഘർഷാത്മകമായ സാഹചര്യം വേണം. അപ്പോൾ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും തമ്മിൽ സംഘർഷം. എന്നാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെ പേരും പറഞ്ഞുകൊണ്ട് വർഗീയവാദികൾ തമ്മിലുള്ള സംഘർഷം. ഇങ്ങനെയെല്ലാമുള്ള സംഘർഷമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ മതനിരപേക്ഷത നിലനിർത്തിക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൻ്റെ വിളഭൂമിയായിട്ടാണ് കേരളം നിലനിൽക്കുന്നത്. അത് എത്ര ശക്തിയായ വിരുദ്ധ പ്രചാരവേലകർക്കും അവരങ്ങനെയാണല്ലോ അവർക്ക് പോലും ഇത് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നതാണ് ഇന്നത്തെ കാര്യം. ഈ ജാമ്യം നിഷേധിക്കുമ്പോൾ പോലും പ്രത്യാശയുണ്ട് എന്നാണ് പ്രതികരണം വരുന്നത്. എന്താണ് ആത്മവിശ്വാസത്തിന് കാരണം? ആത്മവിശ്വാസം നല്ലതാണല്ലോ, എല്ലാവർക്കും ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷെ നിങ്ങൾ കാണേണ്ടത് ഈ കേസിൽ മതപരിവർത്തനത്തെക്കാൾ പ്രശ്നം മനുഷ്യക്കടത്താണ്, രാഷ്ട്രവിരുദ്ധമായ നിലപാടാണ്. അതാ പ്രശ്നം. നിങ്ങൾ ഈ ഇന്നത് ഉൾപ്പെടുത്തിയ കേസ്, രണ്ടാമത് ഉൾപ്പെടുത്തിയ കേസ്, ആദ്യം കൊടുത്ത FIRന് പുറമെ പിന്നീട് കൊടുത്ത കേസിൻ്റെ അകത്ത് രാജ്യദ്രോഹമാണ്. രാജ്യദ്രോഹമാണെങ്കിൽ എത്ര കൊല്ലവും ജയിലിലിടാം. അങ്ങനെ ഇട്ട എത്രയോ പാരമ്പര്യം നമ്മുടെ മുമ്പിലുണ്ട്. ജയിലിൽ തന്നെ കൊന്ന പാരമ്പര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗൗരവത്തിൽ കണ്ടോളണം. ലാഘവത്തോടുകൂടി കണ്ടിട്ട് കാര്യമില്ല. കാരണം RSSും സംഘപരിവാർ വിഭാഗങ്ങളും ബോധപൂർവമായിട്ടുള്ള ഈ പരിപാടിയിൽ ബജ്രംഗ് ദളിനെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടക്കാൻ തന്നെയാണ്. അങ്ങനെ കന്യാസ്ത്രീകളെ ഉൾപ്പെടെ ജയിലിലടക്കുക എന്ന അപമാനകരമായ അവസ്ഥയിലേക്കാണ് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് ജനങ്ങളാകെ ഏറ്റവും ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വരേണ്ടത്.